ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വായനാഭാഗം യോശുവയുടെ പുസ്തകം 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്കായി യോശുവ 22-ാം അധ്യായം 19-ാം വാക്യം. നിങ്ങളുടെ അവകാശദേശം അശുദ്ധം എന്ന് വരികിൽ യഹോവയുടെ തിരുനിവാസം ഇരിക്കുന്നതായ യഹോവയുടെ അവകാശദേശത്തേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ ഇടയിൽ അവകാശം വാങ്ങുവിൻ. എന്നാൽ നമ്മുടെ ദൈവമായ യഹോവയുടെ യാഗപീഠം ഒഴികെ ഒരു യാഗപീഠം പണിത് യഹോവയോട് മത്സരിക്കരുത്, ഞങ്ങളോടും മത്സരിക്കരുത്. ഇസ്രായേല്യർ നടന്നു കയറിയ വഴികളൊക്കെ ദൈവിക വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടിയുള്ളതായിരുന്നു. ചെങ്കടലും കനൽ വഴികളും ദാഹവെയിലും ഒന്നും അവരെ തകർക്കുവാനുള്ളതല്ലായിരുന്നു. എല്ലാം ഒരുക്കപ്പെടലിൻ്റേതായിരുന്നു. വാഗ്ദത്ത നാടിനായുള്ള തയ്യാറെടുപ്പുകൾ. അത്തരം തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഇന്നത്തെ വായനാ ഭാഗത്തും അശുദ്ധത വിട്ടൊഴിയണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അവരവർക്ക് ലഭിച്ചിരിക്കുന്ന അവകാശഗോത്രം അശുദ്ധം എന്ന് വരാതിരിപ്പാൻ നോക്കുവിൻ എന്ന് കുറിവാക്യത്തിൽ സൂചിപ്പിക്കുന്നു. എപ്രകാരം അശുദ്ധത വിട്ടൊഴിയുവാനായിട്ട് സാധിക്കും? ഒന്നാമതായിട്ട്, നമ്മുടെ യാത്രകൾ ദൈവഹിതത്തോട് കൂടിയതാകണം. നമ്മുടെ ജീവിതമാകുന്ന യാത്ര ദൈവഹിതപ്രകാരമായിരിക്കണം. യോശുവ 22-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ഇസ്രായേൽ ഗോത്രങ്ങൾ ദൈവത്തോടും നായകനായിരുന്ന മോശയോടും നീതി പുലർത്തി എന്ന്. മാത്രമല്ല, മോശയ്ക്ക് ശേഷം ദൈവഹിതപ്രകാരം തിരഞ്ഞെടുത്ത യോശുവയോടും വിശ്വസ്തത പുലർത്തി. അതിനെക്കുറിച്ചുള്ള യോശുവയുടെ സാക്ഷ്യമാണ് നാം ഇവിടെ കാണുന്നത്. ദൈവജനം എപ്രകാരം ജീവിക്കണമെന്ന് യോശുവ രൂബേന്യർക്കും ഗാദ്യർക്കും മനശ്ശെയുടെ പകുതി ഗോത്രത്തിനും അവിടെ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ യാത്രയിൽ അവരുടെ പ്രവൃത്തിയിലൂടെ ദൈവഹിതത്തിന് അനുകൂലമല്ലാത്തത് സംഭവിക്കുന്നു. അതിനാൽ തുടക്കം മാത്രം പോരാ, നമ്മുടെ ഓരോ ചുവടുവയ്പും ദൈവഹിതപ്രകാരം തന്നെ ആയിരിക്കണം. ദൈവത്തോട് ഓരോ ദിവസവും ഓരോ നിമിഷവും ആലോചന ചോദിക്കുക. അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുക. രണ്ടാമതായിട്ട്, ചരിത്ര സംഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. ചരിത്രം അനുഭവ പാഠങ്ങളാക്കുക. സംഭവിച്ചു പോയതിൻ്റെ നന്മ തിന്മകൾ മനസ്സിലാക്കി തിന്മയോട് നോ പറയുവാനായി നമ്മൾ പാകപ്പെടണം. ഇവിടെ യോശുവയുടെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പെയോർ സംബന്ധിച്ചുണ്ടായ അകൃത്യം നമുക്ക് പോരായോ? അത് നിമിത്തം യഹോവയുടെ സഭയ്ക്ക് ബാധയുണ്ടായിട്ടും നാം ഇന്നുവരെ അത് നീക്കി നമ്മെ തന്നെ ശുദ്ധീകരിച്ച് തീർന്നിട്ടില്ലല്ലോ എന്ന്. അവിടെ കഴിഞ്ഞു പോയ തിന്മയുടേതായ അനുഭവത്തെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, അതിൻ്റെ 20-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സേരഹിൻ്റെ മകനായ ആഖാൻ ശപഥാർപ്പിത വസ്തു സംബന്ധിച്ച് ഒരു കുറ്റം ചെയ്യുകയാൽ കോപം ഇസ്രായേലിൻ്റെ സർവ്വസഭയുടെയും മേൽ വീണിട്ടില്ലയോ? അവൻ മാത്രമല്ലല്ലോ അവൻ്റെ അകൃത്യത്താൽ നശിച്ചു പോയത് എന്ന്. ഇത്തരത്തിൽ ഒരുവനിൽ ഒരു കുറ്റം സംഭവിച്ചാൽ, ഒരു തെറ്റ് സംഭവിച്ചാൽ അവനിൽ മാത്രമല്ല അത് ഒതുങ്ങിത്തീരുന്നത്, അവനെയും അവൻ്റെ കുടുംബത്തെയും അവനായിരിക്കുന്ന സമൂഹത്തെയും അത് നശിപ്പിക്കുന്നു എന്ന ഇന്നത്തെ വേദഭാഗം നമ്മോട് പറയുന്നു. അതിനാൽ ഇത്തരം ചരിത്ര അനുഭവങ്ങൾ നമ്മുടെ പാഠങ്ങളാക്കുക. അതിൽ നിന്നും അശുദ്ധമായതിനെ ഉപേക്ഷിച്ച് വിശുദ്ധമായതിലേക്ക് തിരിയുവാനായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെയും ജീവിതത്തെ നമുക്ക് ശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൻ്റെ അശുദ്ധതകളെ വിട്ടൊഴിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്രകാരം ദൈവത്തോട് ചേർന്ന് വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അശുദ്ധതകളെ വിട്ടൊഴിഞ്ഞ് അവിടുത്തെ പാതയിൽ വിശുദ്ധരായി മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.